ഈ ആകാശഭൂമികളെ കാണുന്നവനോട് പറയാൻ അല്ലാഹു കൽപ്പിച്ചു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, അതുകൊണ്ട് നീ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കേണമേ. ആ ദുആ ഘടിപ്പിച്ച രീതി ഒന്ന് ആലോചിച്ച് നോക്കൂ ബുദ്ധിയുള്ള സഹോദര. നീ ഇതൊന്നും വെറുതെ ഉണ്ടാക്കിയതല്ല, സൂര്യനും ചന്ദ്രനും ഭൂമിയൊന്നും നീ വെറുതെ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണം. അത് തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ഈ സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും വെറുതെ ഉണ്ടാക്കിയതല്ല, അതുകൊണ്ട് ഞങ്ങളെ നരകത്തുനിന്ന് കാക്കണം. ഈ നരകവും സൂര്യനും തമ്മിലുള്ള ബന്ധമാണ് പിടുത്തം കിട്ടാത്തത്. ചിന്തിക്കുമ്പോൾ പിടുത്തം കിട്ടും. എങ്ങനെയാ പിടുത്തം കിട്ടുക? ഈ സൂര്യൻ എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്, ഈ ചന്ദ്രൻ എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്, ഈ ആകാശം എന്നോട് പറയുന്നു ഒരു അല്ലാഹു ഉണ്ടെന്ന്, ഈ പ്രഭാതം എന്നോട് പറയുന്നു ഒരു റബ്ബുണ്ടെന്ന്. കിഴക്കുദിക്കുന്ന സൂര്യന്റെ അരുണകിരണങ്ങളെ, അതൊരു നാഥന്റെ സന്ദേശമാണ്. പടിഞ്ഞാറസ്തമിക്കുന്ന സൂര്യന്റെ സന്ധ്യാരാഗമേ, അതൊരു നാഥന്റെ നാദമാണ്. ഞാറ് മാത്രം നാളെ ഉദിക്കാൻ പോകുന്ന സൂര്യൻ തന്നെ റബ്ബിന്റെ ഒരടയാളമാണ്. അലമാലകൾ പാട്ടുപാടുമ്പോൾ അതിൽ മുഴങ്ങുന്നതും റബ്ബിന്റെ കാവ്യകലയാണ്. അള്ളാഹുവിന്റെ പൂക്കൾ വിരിയുന്നതിൽ അവന്റെ സുഗന്ധമറിയുകയാണ് പ്രപഞ്ചത്തിലെ ആളുകൾ ചെയ്യേണ്ടത്, ഭൂമിയിലെ മനുഷ്യർ ചെയ്യേണ്ടത്. ഈ ഭൂലോകത്തും ഈ പ്രപഞ്ചത്തിലും എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ അവന്റെ അടയാളമാണ്, ദൃഷ്ടാന്തമാണ്. മാനം എന്നോട് പറയുന്നു അല്ലാഹു അക്ബർ, സൂര്യനും ചന്ദ്രനും പറയുന്നു അല്ലാഹു അക്ബർ. എന്നിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ലെങ്കിലോ, ഇതൊക്കെ കണ്ടിട്ടും പഠിച്ചിട്ടും ഞാൻ അവനെ ധിക്കരിക്കുകയാണെങ്കിൽ പിന്നെ ഞാൻ പോയി കിടക്കേണ്ട സ്ഥലം നരകം തന്നെയാണ്.